രാജ്യത്താകെ കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലമുണ്ടായ പ്രതിസന്ധിയുടെ ഞെരുക്കം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിനാണെന്ന് മന്ത്രി എം പി രാജേഷ്. എന്നിട്ട് പോലും ക്രിയാത്മകമായ ഇടപെടലിലൂടെ വികസന ക്ഷേമ പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി പാലക്കാട് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു എം പി രാജേഷ്. വലിയ സാമ്പത്തിക ഞെരുക്കം പൊതുവിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന്റെ കാര്യത്തിൽ ആ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്ന നയങ്ങൾ, കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം ആ സാമ്പത്തിക ഞെരുക്കം കൂടുതൽ കടുത്തതായി മാറുന്ന അനുഭവം സമീപകാലത്തുണ്ടായി. GST വന്നതിന് ശേഷം സംസ്ഥാനങ്ങളുടെ വിഭവ സമാഹരണ സാധ്യതകളെല്ലാം ഏറെക്കുറെ ഇല്ലാതായി എന്ന് പറയാം. നേരത്തെ സംസ്ഥാനങ്ങൾ സെയിൽസ് ടാക്സ് ഇനത്തിൽ പിരിച്ചിരുന്ന നികുതികളെല്ലാം GSTയിൽ ലയിപ്പിച്ചു. GSTയിൽ ലയിപ്പിച്ചതോടുകൂടി എല്ലാ നികുതിയും പിരിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനായി മാറി. അന്ന് തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ ഇക്കാര്യത്തിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. അന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ നഷ്ടപരിഹാരം നൽകാം എന്ന്. 5 വർഷം നഷ്ടപരിഹാരം നൽകി 2022 ജൂലൈ 1 നഷ്ടപരിഹാരം അവസാനിപ്പിച്ചു. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയത് കൊണ്ട് മാത്രം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2022-23 കേരളത്തിനുണ്ടായ വരുമാന നഷ്ടം 10,000 കോടി രൂപയുടേതായി. അവിടെ അവസാനിക്കുന്നില്ല. റവന്യൂ കമ്മി ഗ്രാന്റ് കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് 6,717 കോടി രൂപയാണ് 22-23 വെട്ടിക്കുറച്ചത്. അപ്പോൾ 10,000 പ്ലസ് 6,717 16,717 കോടി രൂപ നഷ്ടം. അവിടെ എന്തിരുന്നില്ല, നികുതി വിഹിതം കേരളത്തിൽ നിന്നടക്കം പിരിക്കുന്ന പ്രത്യക്ഷ നികുതിയുടെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുക ജനസംഖ്യാടിസ്ഥാനത്തിലാണ്. അങ്ങനെ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് 3.872%. ജനസംഖ്യ അനുസരിച്ച് കേന്ദ്രം പിരിക്കുന്ന നികുതിയുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നുൾപ്പെടെ പിരിക്കുന്ന നികുതിയുടെ 3.872% കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നു. അത് 1.925% വെട്ടിക്കുറച്ചു. അപ്പോൾ നേർപകുതിയായി വെട്ടിക്കുറയ്ക്കുമ്പോൾ ഏതാണ്ട് 15,000 കോടിയോളം രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ടാവുകയാണ്. അതിനും പുറമെ കേരളത്തിനെടുക്കാവുന്ന വായ്പയുടെ പരിധിയും വെട്ടിച്ചുരുക്കി. അതൊരു 8,000 കോടിയോളം വേറെയും വരും. ഏതാണ്ട് 40,000 കോടി രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേരളത്തിനുണ്ടായത്. അത് സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളെയും അത് ബാധിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയാവും, ശമ്പളം മുടങ്ങും, പെൻഷൻ കിട്ടാതാവും, അങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങളുണ്ടായി. പക്ഷേ ഈ സാമ്പത്തിക വർഷം കടന്നുപോയി. ഈ പറഞ്ഞ എല്ലാ അശുഭ പ്രവചനങ്ങളും തെറ്റാണ് എന്ന് തെളിയിച്ചു, അസ്ഥാനത്താണ് എന്ന് തെളിയിച്ചു. ഏറ്റവും ഒടുവിൽ റിസർവ് ബാങ്കിന്റെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും മികച്ച സാമ്പത്തിക അച്ചടക്കം, ധനമാനേജ്മെന്റിൽ ഏറ്റവും മികച്ച അച്ചടക്കം പുലർത്താൻ കഴിഞ്ഞത് കേരളത്തിനാണ് എന്ന് റിസർവ് ബാങ്കിന്റെ തന്നെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അഭിമാനകരമായൊരു നേട്ടമാണ് കേരളത്തെ സംബന്ധിച്ച്. എങ്ങനെയാണ് കേരളം പിടിച്ചു നിന്നത്? 40,000 കോടിയുടെ നികുതി നഷ്ടമുണ്ടായപ്പോൾ 23,000 കോടി രൂപ സ്വന്തം വരുമാനം, തനത് വരുമാനം വർദ്ധിപ്പിച്ചു. 23,000 കോടി രൂപ തനത് വരുമാനം വർദ്ധിപ്പിച്ചു. അപ്പോ കേന്ദ്രം വെട്ടിക്കുറച്ച നികുതിയുടെ വിടവ് കുറഞ്ഞു. 40,000 കോടി കുറച്ചപ്പോ 23,000 നമ്മൾ വരുമാനം വർദ്ധിപ്പിച്ചു. അപ്പൊ 17,000 കോടിയായിട്ട് കുറഞ്ഞു. അതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടായില്ല, ഞെരുക്കമുണ്ടായി. അപ്പൊ കേരളം കടക്കണിയിലാണ് എന്ന പ്രചരണവും തെറ്റാണ് എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വലിയ ഞെരുക്കം ഉണ്ടായില്ലെങ്കിൽ, ഇത്രയും ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പൊ നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയുമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്നലെ കണ്ണൂരിൽ ബഹുമാന്യനായിട്ടുള്ള കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ലൈഫിന്റെ ഫ്ലാറ്റുകൾ ഉദ്ഘാടനം ചെയ്തു.
174 ഫ്ളാറ്റുകൾ കണ്ണൂരിലും കോട്ടയത്തും കൊല്ലത്തും അതുപോലെ ഇടുക്കിയിലുമായിട്ട് ഉദ്ഘാടനം ചെയ്തു. വെറുതെ ഫ്ളാറ്റ് ഉദ്ഘാടനം ചെയ്യല്ല, അവിടെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ട്. സോളാർ സംവിധാനമുണ്ട്, അപ്പോൾ വെളിച്ചം സൗരോർജം ലഭ്യമാവും. പിന്നെ അവിടെ മഴവെള്ള സംഭരണിയുണ്ട്, കുടിവെള്ള സംഭരണിയുണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ചേർന്നതാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ ഇതിനകം കേരളത്തിൽ 3,40,040 വീടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 1,06,000 വീടുകളിൽ 52,000 വീടുകളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 23-24 71,346 വീട് കൂടി പുതുതായിട്ട് നിർമ്മിക്കും. അതിനായി 1,436 കോടി രൂപ ബജറ്റിൽ, ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഈ 40,000 കോടി വെട്ടിക്കുറച്ചില്ലായിരുന്നുവെങ്കിൽ ലൈഫിന് വെച്ച തുക നേരെ ഇരട്ടിയാകുമായിരുന്നു. 1,436 കോടി എന്നത് ഒരു 3,000 കോടിയെങ്കിലും ആകുമായിരുന്നു. അങ്ങനെ വന്നാൽ ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിയുമായിരുന്നു. ആ നിലയിൽ കേന്ദ്രം വെട്ടിക്കുറച്ച നികുതി വെട്ടിക്കുറച്ചത് നമ്മുടെ പ്രവർത്തനങ്ങളെ അല്പം ബാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ ഫലപ്രദമായിട്ട് കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്.